ഫ്രണ്ട്സ്, ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം പുല്ലിന് മരുന്നടിക്കാൻ ചെന്ന വീട്ടിൽ നമ്മൾ മരുന്നടിച്ച് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞുള്ള ഇതാണ്. നമ്മളത് മരുന്ന് അടിച്ച ഭാഗങ്ങളെല്ലാം നല്ല ക്ലിയറായിട്ട് കരിഞ്ഞിട്ടുണ്ട്. വലിയ വലിയ പുല്ലുകളിങ്ങനെ മഞ്ഞ കളറിലാണ് ആയി നിൽക്കുന്നത്. എന്നാലും ഇതെല്ലാം നല്ല വൃത്തിയായി എല്ലാം കരിഞ്ഞ് എല്ലാം റെഡിയായി ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴയുടെ കൂടുതലാണെങ്കിലും ഇതുകൊണ്ട് പശ കൂട്ടി അടിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് ഈ കാണുന്ന പുല്ലുകളെല്ലാം നല്ല വൃത്തിയായി കരിഞ്ഞ് എല്ലാം റെഡിയായി പോയിരിക്കുന്നത്. പശ കൂട്ടി അടിച്ചിട്ട് ഒരിക്കലും നമുക്കത് നഷ്ടമാകത്തുള്ളൂ. അത് ഇപ്പം നമ്മളത് ചെയ്യുന്ന ഈ വീട്ടിലാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് നമ്മൾ കയറുവാണ്. നമ്മളിവിടെയായിരുന്നു. ഇതുമെല്ലാം നമ്മൾ മരുന്നടിച്ചിരിക്കുന്നതാണ്. എല്ലാം കരിഞ്ഞ് നല്ല സ്റ്റൈലായിട്ടുണ്ട്. എല്ലാം കരിഞ്ഞ് വൃത്തിയായി കരിഞ്ഞ് പോയിട്ടുണ്ട്. ഒരു പുല്ല് പോലും ഇല്ലാതെ ഇത് കംപ്ലീറ്റ് അഴുകിപ്പോയിക്കോളും. കണ്ടോ, ഇതാണ് നമുക്ക് നോക്കാതെ നമ്മൾ ചെയ്തിരിക്കുന്ന ഭാഗമാണിതെല്ലാം. ഇനി നമ്മൾ ഇതിനിടയിലാണ് പാമ്പ് വരാതിരിക്കാനുള്ള മരുന്നിട്ടിരുന്നത്. അപ്പോൾ ഇതിനകത്തും കംപ്ലീറ്റ് പാമ്പ് ശല്യങ്ങൾ മാറിയെന്നാണ് വീട്ടുകാർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ വീണ്ടും തിരികെ പോയതാണ്. അപ്പുറ സൈഡ് ഇതുപോലെ നമ്മൾ മരുന്നിട്ട ഭാഗമാണ്. എല്ലാം നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അവരുടെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ രണ്ടാമത് വന്ന് നോക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ 2-3 തവണയെങ്കിലും വന്നിങ്ങനെ നോക്കും. ഇതിനകത്തും നിറച്ച് പാമ്പിൻ്റെ ചെറിയ ശല്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിൽ കുറച്ച് വർക്കുകൾ കൂടി ഉണ്ട്. ചില്ല് ഗ്ലാസ്സുകളെല്ലാം കഴുകണം. ഇതിൻ്റെ അടിക്കൂടി ചോർച്ചയുണ്ട്, അതെല്ലാം മാറ്റണം.